നമസ്കാരം. ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് മെയ് 8 കുബേര ജയന്തിയാണ്. കുബേര ജയന്തിക്ക് നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. കുബേര ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഐശ്വര്യം ചുരുങ്ങി നിൽക്കുന്നൊരു ദിവസമാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പവർഫുള്ളായിട്ട് നിൽക്കുന്നൊരു ദിവസമാണ് മെയ് 8. ഈ മെയ് 8 നമ്മൾ കുബേര ഭഗവാന് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. എല്ലാവരും ഉറപ്പായിട്ട് ചെയ്യുക. കഴിയുമെങ്കിൽ സൂര്യദേവമഠ കുബേരാശ്രമത്തിൽ നിങ്ങളെത്തുക. മെയ് 8 നടക്കുന്ന കുബേര പൂജയിൽ നിങ്ങൾ പങ്കെടുക്കുക. കുബേര ഹോമവും കുബേര പൂജയും പുഷ്പാർച്ചനയൊക്കെ ഉണ്ട്. ഇവിടെ ഒത്തിരി ആൾക്കാർ ഇപ്പം വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കുടുംബ കുബേര പൂജ അല്ലെങ്കിൽ കുബേര ഹോമം നടത്തണമെങ്കിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കുബേര ഹോമത്തിൽ പങ്കെടുക്കാം, കുബേര പൂജയിൽ പങ്കെടുക്കാം, പുഷ്പാഭിഷേകത്തിലും പങ്കെടുക്കാം. ഓക്കെ, നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. ഞാൻ ഡോക്ടർ ഷാജി കെ നായർ, സൂര്യദേവമഠ കുബേരാശ്രമം മഠാധിപതിയും തേജസ് ഫെങ്ഷി ഡയറക്ടറുമാണ്. വാസ്തു സംബന്ധമായിട്ട് ജ്യോതിഷ സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്റ്റ് അഡ്രസ്സ് എനിക്ക് വാട്സാപ്പ് ചെയ്യും. കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം. വീടിൻ്റെ വാസ്തു കറക്റ്റാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറും, നമ്മുടെ തലവര തന്നെ മാറും. എത്ര ജാതകത്തിൽ പ്രശ്നമുണ്ടെങ്കിലും എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ കിടക്കുന്ന റൂം, അല്ലെങ്കിൽ നമ്മൾ തലവച്ച് കിടക്കുന്ന പൊസിഷൻ, അല്ലെങ്കിൽ നമ്മൾ ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുന്ന പൊസിഷൻ, നമ്മളിരുന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്ന പൊസിഷൻ പോലും നമുക്ക് സൂട്ടബിളായാൽ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സക്സസ് ആവാൻ പറ്റും. കഴിഞ്ഞ 30 വർഷത്തെ എക്സ്പീരിയൻസാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. നിങ്ങളുടെ നാളെയും മറ്റന്നാളും ഈ 2 ദിവസം ഇടാൻ കഴിഞ്ഞില്ല, അതിന് ക്ഷമിക്കുക. കാരണം വെച്ചാൽ ഒത്തിരി തിരക്കിലായിപ്പോയി, അതുകൊണ്ടാണ് 2 ദിവസം ഇടാൻ. കാരണം മെയ് 8 ഓട്ടത്തിന് വേണ്ടിയാണ്. കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്, അതിൻ്റെ ഓട്ടത്തിലാണ്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ നാളെയും മറ്റന്നാളും കിടക്കാം. 2025 ഏപ്രിൽ മാസം 30 കൊല്ലവർഷം 1200 ആണ്ട് മേടം 17 ബുധനാഴ്ചയാണ് നാളത്തെ സൂര്യോദയം രാവിലെ 6:10 സൂര്യോദയം, വൈകുന്നേരം 6:28 സൂര്യാസ്തമയമാണ്. രാഹുലം 12:18 1:50 മധ്യയാണ്. അഭിജിത്ത് മുഹൂർത്തം 11:44 12:17 മധ്യയാണ്. മുഹൂർത്തം 12:21 12:43 മധ്യയാണ്. യമകണ്ഠ സമയം 7:42 9:14 മധ്യയാണ്. ഗുളികനുദയം 10:46 12:18 മധ്യയാണ്. ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. രോഹിണി നക്ഷത്രമാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ്. പ്രത്യേകിച്ച് കൃഷിപ്പണി, ഗൃഹനിർമ്മാണം എന്നിവയ്ക്ക് വേണ്ടിയുള്ള മണ്ണൊരുക്കുവാനും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ല, വിവാഹത്തിനും ഗൃഹസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ്. പ്രത്യേകിച്ച് ചോറുകൊണ്ട് വിദ്യാരംഭം, സീമന്തം, ശില്പകർമ്മങ്ങൾക്കെല്ലാം പുതിയ സർക്കാർ കാര്യങ്ങൾക്ക് ആരംഭിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ്. അത്ര നല്ലൊരു ദിവസമാണ്. വിദ്യാഭ്യാസം, മരുന്ന് നിർമ്മാണത്തിനൊക്കെ പറ്റിയിട്ടുള്ള ദിവസമാണ്. നമുക്ക് ഏതെങ്കിലും പുതിയൊരു ജോലിയിൽ പ്രവേശിക്കുകയോ പുതിയൊരു പഠനം എന്തെങ്കിലും ആരംഭിക്കുകയോ അല്ലെങ്കിൽ ഈ സംഗീത വിദ്യാരംഭത്തിനൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ദിവസമാണ് ഈ ബുധനാഴ്ചത്തെ ദിവസം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ബുധനാഴ്ച നാളെ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പിണ്ടദൂർ ദോഷം, വസുഭുജദോഷം, കരിനാൾ ദോഷം, വെളിനക്ഷദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട്. നാളെ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അതിന് അകന്നാൾ ദോഷമുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുക. നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ചും കൂടെ നോക്കാം. 2025 മെയ് മാസം 1 കൊല്ലവർഷം 1200 ആണ്ട് മേടം 18 വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ചത്തെ സൂര്യോദയം രാവിലെ 6:09 സൂര്യോദയം, വൈകുന്നേരം 6:28 സൂര്യാസ്തമയമാണ്. അഭിജിത്ത് മുഹൂർത്തം രാഹുലം വരുന്നത് 1:49 3:21 മധ്യയാണ്. അഭിജിത്ത് മുഹൂർത്തം 11:53 12:16 മധ്യയാണ്. മുഹൂർത്തം 12:20 12:43 മധ്യയാണ്. യമകണ്ഠ സമയം 6:09 7:41 മധ്യയാണ്. ഗുളികനുദയം 9:13 10:45 മധ്യയാണ്. ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. മകയിരം നക്ഷത്രമാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസം കൂടിയാണ് വ്യാഴാഴ്ചത്തെ ദിവസം. എന്നാലും ഗുരു, ജ്ഞാനം, അറിവിൻ്റെയൊക്കെ ഒരു ദിവസമാണ്. അത്രയും പവർഫുള്ളായിട്ടുള്ള ദിവസമാണ്. നമുക്ക് വിവാഹത്തിനൊക്കെ ഏറ്റവും നല്ലത്, യാത്രയ്ക്കും വാസ്തുകർമ്മങ്ങൾക്ക് കൊള്ളാം. മറ്റുള്ള എന്ത് കാര്യങ്ങളും ചെയ്യണമെങ്കിലും നമുക്ക് അതിൻ്റെ അഭിജിത്ത് മുഹൂർത്തം സെലക്ട് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ട് വരിക. നമുക്ക് മൃത്യുദോഷം എന്തെങ്കിലും നോക്കാം. അന്നത്തെ ദിവസവും അകന്നാൾ ദോഷമുണ്ട്. പിണ്ടദൂർ ദോഷം, വസുഭുജദോഷം, കരിനാൾ ദോഷം, വെളിനക്ഷദോഷം, അകന്നാൾ ദോഷം എന്നിവയിലും അകന്നാൾ ദോഷമാണുള്ളത്. ഭരണി, മകയിരം എന്നീ നക്ഷത്രക്കാർക്കാണ് അകന്നാൾ ദോഷമുള്ളത്. അപ്പം ആ 2 ദിവസങ്ങളിൽ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി
വളരെ നല്ലതായിരിക്കും. ബുധനാഴ്ച നാളത്തെ ദിവസം എല്ലാ കാര്യങ്ങൾക്കും വളരെ അത്യുത്തമമായിട്ട് ഇപ്പം തന്നെ ഇത് പോസിറ്റീവ് ഒത്തിരി താമസിക്കും. ഒത്തിരി ലേറ്റായിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. 1-2 പ്രാവശ്യം വീഡിയോ എടുത്തതിൽ ചെറിയ മിസ്റ്റേക്കുകളുണ്ടായി. ഒന്നുകൂടെ സാധാരണ ഇപ്പോൾ ഒരു 3-4 പ്രാവശ്യം കൊണ്ട് അങ്ങനെ പറ്റുന്നുണ്ട്. ഫോണിലുള്ള ചെറിയ പ്രോബ്ലംസ്, മെമ്മറിയൊക്കെ ഓവറായിട്ടുണ്ട്. ഫോൾഡ് 6 ആണ്, അതിൻ്റെ ഓവറായിപ്പോയതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇത് കുറച്ച് ക്ലിയർ ചെയ്തിട്ട് ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. മെയ് 8 കാര്യത്തെക്കുറിച്ച്. മെയ് 8 എന്ന് പറയുന്നത് കുബേരൻ അല്ലെങ്കിൽ ലാഫിംഗ് ബുദ്ധയുടെ ജന്മദിനമാണ്. അപ്പോൾ ഒരു കാര്യം കുബേരൻ എന്ന് പറയുന്ന ആളും ലാഫിംഗ് ബുദ്ധ രണ്ടാണോ എന്ന് വെച്ചാൽ 2 വൈശ്രവണൻ, അതായത് വടക്കിൻ്റെ അധിപനായിട്ടുള്ളതും രാവണൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ളതും ലക്ഷ്മി ദേവിയുടെ പണം കൈകാര്യം ചെയ്യുന്നതുമായിട്ടുള്ള വൈശ്രവണൻ. നമ്മൾ സാധാരണ വടക്കിൻ്റെ അധിപനായിട്ടുള്ള കുബേരനെ നമുക്ക് വയ്ക്കുമ്പോൾ എപ്പോഴും ഒന്നുകിൽ കിഴക്കോട്ട് നോക്കി വയ്ക്കാം, ഇല്ലെങ്കിൽ തെക്കോട്ട് നോക്കി വയ്ക്കാം, അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് നോക്കി വയ്ക്കാം. വടക്കോട്ട് നോക്കി വയ്ക്കാൻ പാടില്ല. കാരണം വടക്കിരിക്കുന്ന ആളാണ്. അപ്പം വടക്കിരുന്ന് വടക്കോട്ട് നോക്കിയിരുന്ന എന്തായിരിക്കും അവസ്ഥ? നമുക്കൊരു ഗുണം ഉണ്ടാകത്തില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ എപ്പോഴും കുബേര ഭഗവാൻ നമ്മൾ വയ്ക്കുന്നത് കിഴക്കോട്ട് നോക്കി വയ്ക്കാം, പടിഞ്ഞാറോട്ട് നോക്കി വയ്ക്കാം, അല്ലെങ്കിൽ വടക്ക് വെച്ചുകൊണ്ട് തെക്കോട്ട് നോക്കി വയ്ക്കാം. പക്ഷേ ഈ ലാഫിംഗ് ബുദ്ധ അങ്ങനെ അല്ല. പല വീഡിയോകളിലും നിങ്ങളൊക്കെ ഒത്തിരി കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ലാഫിംഗ് ബുദ്ധ നമുക്ക് അങ്ങനെയുള്ള രീതിയിലല്ല നമ്മൾ വയ്ക്കേണ്ടത്. ലാഫിംഗ് ബുദ്ധ നമ്മളെപ്പോഴും വയ്ക്കുമ്പോൾ നമുക്ക് പ്രധാന വാതിൽ നോക്കിയിരിക്കത്തക്ക രീതിയിലാണ് ലാഫിംഗ് ബുദ്ധ നമ്മൾ വയ്ക്കേണ്ടത്. പ്രധാന വാതിൽ നോക്കിയിരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ദർശനം എങ്ങോട്ടായിക്കോട്ടെ, അതൊരു പ്രശ്നമല്ല. പക്ഷേ ആ വാതിൽ എങ്ങോട്ടാണോ ആ വാതിലോട്ട് നോക്കി വേണം നമുക്ക് ലാഫിംഗ് ബുദ്ധ വയ്ക്കേണ്ടത്. അതൊന്ന് വളരെ ശ്രദ്ധിക്കണം. കുബേരനും ലാഫിംഗ് ബുദ്ധ രണ്ടാണ്. പക്ഷേ നമ്മൾ എല്ലാം ഒന്നാണെന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ പല ആൾക്കാരും കൈകാര്യം ചെയ്യുന്നത്. അതൊന്ന് ശ്രദ്ധിക്കാം. പല യൂട്യൂബ് വീഡിയോകളിലും അത് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മളത് കൃത്യമായിട്ട് കണ്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുപോകും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പം മെയ് 8 എന്ന് പറയുന്നത് ലാഫിംഗ് ബുദ്ധയുടെ ജന്മദിനമാണ്. അന്ന് നിങ്ങൾ ചെയ്യേണ്ടത് വീട്ടിൻ്റെ ലാഫിംഗ് ബുദ്ധ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ എടുത്ത് നല്ല ശുദ്ധമായിട്ട് കഴുകി റെഡിയാക്കിയതിന് ശേഷം കിഴക്കോട്ട് തിരിച്ചോ പടിഞ്ഞാറോട്ട് തിരിച്ചോ നിങ്ങളുടെ വീടിന് എങ്ങോട്ട് വേണോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ദർശനം എങ്ങോട്ടാണോ അങ്ങോട്ട് തിരിച്ച് വയ്ക്കുക. വച്ചതിന് ശേഷം അതിൻ്റെ മുന്നിൽ ഒരു കുബേര വിളക്ക് കത്തിക്കുക. കുബേര വിളക്കിനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഒരു തിരിയിടുന്ന വിളക്കാണ് കുബേര വിളക്ക്. അത് എവിടെ വേണോ വയ്ക്കുക, അതിന് ദിശകളില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ ആ ഒരു തിരിയിടുന്ന വിളക്കിനകത്ത് നമ്മൾ രാവിലെ തൊട്ട് കത്തിച്ച് വൈകുന്നേരം വരെ വയ്ക്കണം. രാവിലെ കത്തിക്കുമ്പോൾ ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണയും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചക്കർപ്പൂരം കൂടെ പൊടിച്ചിട്ടതിന് ശേഷം കത്തിക്കുക. വൈകുന്നേരം കത്തിക്കുമ്പോൾ ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണയും പച്ചക്കർപ്പൂരവും കൂടെ കുറച്ച് ഗ്രാമ്പും കൂടെ ഇട്ടിട്ട് കത്തിച്ച് വയ്ക്കുക. അത് ഏറ്റവും നല്ലതാണ്. വീട് ഫുള്ളായിട്ട് ക്ലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയും കൂടെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാം. രണ്ടാമത്, നമുക്ക് ഈ മെയ് 8 നമ്മൾ ചെയ്യും. നിങ്ങളുടെ വീട്ടിൽ കുബേര വിളക്ക് ഇല്ല എങ്കിൽ ചുമന്ന കളറുള്ള 2 മെഴുകുതിരി വാങ്ങിക്കുക. 2 മെഴുകുതിരി വെച്ചിട്ട് വിഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ലാഫിംഗ് ബുദ്ധയുടെ മുന്നിൽ അപ്പുറം കത്തിച്ച് വയ്ക്കുക, പ്രാർത്ഥിക്കുക. എന്നതിന് ശേഷം നമ്മൾ എന്ത് ഫുഡാണോ നമ്മൾ കഴിക്കുന്നത് അത് അതിന് കൊടുക്കാം. ലഡുവോ ജിലേബിയോ സ്വീറ്റ്സോ വേണ്ട, നമ്മൾ കഴിക്കുന്ന ചോറും കറികളൊക്കെ കൊടുക്കാം. മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് ഏത് ഫുഡ് കൊടുക്കാൻ പറ്റും അത് കൊടുക്കുക. കൊടുത്തിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്ന രീതിയെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നമ്മൾ പോസിറ്റീവായിട്ട് മാത്രമേ പ്രാർത്ഥിക്കാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന മെയ് 8 നമ്മൾ ചെയ്യേണ്ടത്. കഴിയുമെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഞാൻ മെയ് 8 ലൈവായിട്ട് ഞാൻ കൊടുക്കുന്ന കുബേര പൂജ 10 മണി മുതൽ ലൈവായിട്ട് കൊടുക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് നിങ്ങൾ ആ പൂജയിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് 108 നാണയങ്ങളാണ് വേണ്ടത്. ലാഫിംഗ് ബുദ്ധയുടെ മുന്നിൽ നാണയം ഇട്ടുകൊണ്ട് വേണം നമ്മളത് പൂജ ചെയ്യുവാൻ. അത്രയും പവർഫുള്ളാണ് നാണയം. ഓരോ നാണയമിട്ട് ഒച്ച കേൾപ്പിച്ച് വേണം. ആ നാണയം ഇടുമ്പോൾ ഒരു ശബ്ദം കേൾക്കുമല്ലോ, അങ്ങനെ നാണയമിട്ട് ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് വേണം നമുക്ക് പൂജ ചെയ്യുവാൻ. അത്രത്തോളം പവർഫുള്ളാണ്. അപ്പം ശ്രദ്ധിക്കുക, മെയ് 8 പൂജ ചെയ്യണം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ, ഇത് പൂജ ചെയ്യാൻ താല്പര്യമുള്ളവർ എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് ഇടും. ഞാൻ അതിൻ്റെ മന്ത്രം എന്താണെന്ന് പറഞ്ഞു തരാം. കാരണം നമുക്ക് ലാഫിംഗ് ബുദ്ധയ്ക്ക് സെപ്പറേറ്റ് മന്ത്രമാണുള്ളത്. ആ മന്ത്രം ജപിച്ചുകൊണ്ട് വേണം നിങ്ങൾ ആ കുബേര പൂജ ചെയ്യുവാൻ. നമ്മൾ പ്രാർത്ഥിക്കുന്ന രീതി എന്ന് പറയുമ്പം നമുക്കൊരു ജോലിയാണ് ആവശ്യമെങ്കിൽ എനിക്കൊരു ജോലി കിട്ടുവാൻ അങ്ങ് സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദിയെന്ന് പ്രാർത്ഥിക്കുക. നമുക്കൊരു വീട് വയ്ക്കണമെങ്കിൽ എനിക്കൊരു വീട് വയ്ക്കുവാൻ അങ്ങ് സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദിയെന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അസുഖം എന്നുള്ള വാക്ക് പോലും നമ്മൾ ഉപയോഗിക്കരുത്. പകരം എനിക്ക് നല്ല ആരോഗ്യം തന്നുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദിയെന്ന് പ്രാർത്ഥിക്കുക. ഈ രീതിയിൽ നമ്മുടെ പ്രാർത്ഥന പോസിറ്റീവ് ആവണം.
ഏതായാലും ഇതിനെക്കുറിച്ച് വിശദമായിട്ട് മറ്റൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. തൊട്ടടുത്തുള്ള ദിവസം അടുത്തൊരു വീഡിയോ. ഈ കാരണം മെയ് 8 ലാഫിംഗ് ബുദ്ധ വെച്ച് നമ്മൾ വീട്ടിൽ ചെയ്യേണ്ട വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇടുന്നുണ്ട്. ഇപ്പോൾ സൂര്യദേവമഠ കുബേരാശ്രമത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കൂടെ ചേർന്നുകൊണ്ട് കുബേരഹോമം ചെയ്യാം. കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്ക് ചേർന്നുകൊണ്ട് കുബേര പൂജ ചെയ്യാം. കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്ക് ചേർന്നുകൊണ്ട് നമുക്ക് പുഷ്പാഭിഷേകം, ഈ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ കുബേര വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ള സ്ഥലമാണ്. ആ വിഗ്രഹത്തിന് നിങ്ങൾക്ക് പുഷ്പാഭിഷേകം ചെയ്യാം. അത്രയും പവർഫുള്ളാണ്. മെയ് 8 അത്രയും വിശേഷമായിട്ടുള്ള ദിവസം മെയ് 7, 8 ഇവിടുത്തെ പ്രോഗ്രാം. അതിൽ ഏറ്റവും വിശേഷം എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി ടീമുകൾ പങ്കെടുക്കുന്ന ഒരു കൈകൊട്ടിക്കളി മത്സരമാണ്. ഇപ്പം തന്നെ കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. കൈകൊട്ടിക്കളി മത്സരം വളരെ ഗംഭീരമായിട്ട് നടത്തണം. നമ്മുടെ ഓഡിറ്റോറിയം അതിൻ്റെ ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മെയ് 7 ആരംഭിക്കുന്നത് ഗണപതി ഹോമം മുതൽ കലശം, വിഷ്ണുമായ സ്വാമിക്ക് വലിയ കലശം, വൈകുന്നേരം മല ദൈവങ്ങൾക്ക് വലിയ പടുക്ക, അടുത്ത ദിവസം രാവിലെ ഗണപതി ഹോമം, കുബേരഹോമം, കുബേരപൂജ, അത് കഴിഞ്ഞാൽ നമുക്ക് പുഷ്പാഭിഷേകം, വൈകുന്നേരം സാംസ്കാരിക സമ്മേളനമുണ്ട്, അത് കഴിഞ്ഞാൽ കലാപരിപാടികളാണ്. സാംസ്കാരിക സമ്മേളനത്തിൽ ഒരു വിശിഷ്ടമായിട്ടുള്ള അതിഥി, എന്താ പറയുക, നമുക്കെല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സെലിബ്രിറ്റി അതിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൺഫേം ആയിട്ട് ശേഷം അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഡിക്ലെയർ ചെയ്യാം. ഏതായിരുന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ. ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനേ മണി ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ടെലിഗ്രാമിൽ നമ്മളൊരു ഗ്രൂപ്പുണ്ട്. അതിനകത്ത് നമുക്ക് ഇതിൻ്റെ ഉള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തുള്ളത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി കമൻറ്റ് നോക്കാറില്ല. വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യൂ, അല്ലെങ്കിൽ ടെലിഗ്രാമിൽ മെസ്സേജ് ചെയ്ത് ഞാൻ ടെലിഗ്രാമിൽ ഞാൻ മറുപടി തരാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിലോട്ട് ഇട്ടേക്കാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്തോളൂ. ഏതായിരുന്നാലും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും. ഇത് ഒത്തിരി ലേറ്റായിപ്പോയി, അതുകൊണ്ടാണ്. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.